ഡ്രൈവിംഗ് അറിയോ? ഡ്രൈവിംഗ് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പഠിപ്പിക്കാം. അല്ല, ഡ്രൈവിങ്ങിനോട് എനിക്ക് പൊതുവെ താല്പര്യമില്ല. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഇതാ പഠിക്കണേ അല്ലേ? ആ ബി.എഡ് ഇപ്പൊ കംപ്ലീറ്റ് ആവും. ഞാൻ ഒരു കാര്യം പറഞ്ഞ ഒന്നും വിചാരിക്കരുത്. ഇല്ല, ഞാൻ കുറെ പെണ്ണ് കാണാൻ പോയി. പക്ഷെ ഒന്നിനെ എനിക്ക് അങ്ങോട്ട് മാനസികമായിട്ടൊരു ഒരു ഒരു ഇഷ്ടമായില്ല. കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് സന്തോഷമായി, എനിക്ക് ഇഷ്ടമായി. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് മാനസികമായിട്ടും. അതുകൊണ്ട് കളറ് തന്നെ കണ്ടില്ലേ, ഒരുപോലത്തെ അല്ലേ. ഇനി ഞാനൊരു കാര്യം പറയുന്നുണ്ടൊന്നും തോന്നരുത്. പറഞ്ഞു. എനിക്കിഷ്ടായില്ല. എത്ര നേരം ഒന്ന് പറഞ്ഞ അമ്മ അകത്തോട്ടിരിക്കുന്നത്? നീ ആയിരിക്കുന്ന സാധനത്തെ കണ്ടോ? അവരറിഞ്ഞു കഴിഞ്ഞ് നാട് മൊത്തം പാട്ടാക്കുമെന്ന്. നീ അവരുടെ തലയിലിരിക്കുന്ന കണ്ടോ? ആ കണ്ടു. മുടിക്കട്ടല്ലയോ? മുടിയല്ലത്, സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഉള്ള തള്ളയാ. കണ്ടോ? ഇവര് 24 ന്യൂസുമായിട്ട് മത്സരമാണ്. അവരുടെ മണ്ടയ്ക്ക് എത്താൻ ന്യൂസ് കട്ട് ചെയ്യുന്നത് അങ്ങനത്തെ തള്ളയാ. മിണ്ടിപ്പോയേക്കരുത് കേട്ടോ. കേട്ടെ, നീ മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം എല്ലാം. നിങ്ങൾക്ക് എന്തൊരു വന്നാലും നിങ്ങൾ അങ്ങ് തലസ്ഥാനത്തോട്ട് വരണം. സെക്രട്ടറിയേറ്റ് അവിടെ, നിയമസഭ അവിടെ എന്തിരി ചെയ്യും. ഈ തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരംകാർ മാത്രമല്ല, കോട്ടയം ജില്ലക്കാരും അങ്ങനെ പല ജില്ലക്കാരും ഉണ്ട്. കോട്ടയം ജില്ലക്കാർ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് സംസാരിച്ചുണ്ടാക്കിയെടുത്ത വികസനമാണ് കോട്ടയം ജില്ലക്കുള്ളത്. നിങ്ങൾ വികസനം കണ്ടിട്ടുണ്ട്? അവിടെ ചെന്ന് കോട്ടയം ജംഗ്ഷനിൽ നിന്ന് മുകളിലോട്ട് നോക്കണം, കമ്പി വിളച്ചൊരു വട്ടം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. എന്താണ് പടവലം പടത്തി? അത് നമ്മളെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അത് പടവലം വരുത്താനൊന്നും എട്ടാമത്തെ അത്ഭുതമാണ്. അത് തന്നെയുമല്ല, ആകാശപാത ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് കോട്ടയം ജില്ലയിലാണ്. അത് ഞങ്ങൾ 2 വർഷത്തിനുള്ളിൽ അത് ഞങ്ങൾ നടത്തിയിരിക്കും. ഞാൻ ഇന്നലെയും കൂടെ കണ്ടു, ഒരു 10-60 ടൂറിസ്റ്റുകൾ അത് നോക്കുന്നുണ്ട്. വാവ് എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ പരിപാടിക്ക് പോകുമ്പോ ഒരുപാട് ചെറുപ്പക്കാരന്മാര് വരും. നിന്റെയൊക്കെ ഫോട്ടോ എടുക്കും, ഫോൺ നമ്പർ ചോദിക്കും. ഒരൊറ്റ എണ്ണം നിന്റെയൊക്കെ നമ്പർ കൊടുക്കണമായിട്ട് ഞാൻ അറിയരുത്. പിന്നെ എന്റെ നമ്പർ കൊടുക്കോ? ഞാൻ നശിച്ചാലും നീയൊക്കെ നശിക്കണം, ഞാൻ കാണാൻ സമ്മതിക്കൂലടി. ഇത് എന്റെ ശിഷ്യ. ഇവള് എന്തെല്ലാം MH MBH NH കല്യാണം കഴിച്ചതാണ്. പിന്നെ ഭർത്താവ് പുറത്തെന്ന് പറയുമ്പോ ദുബായില്ല. എന്റെ സ്വഭാവ ദോഷം കാരണം ഞാൻ അടിച്ചങ്ങ് പുറത്താക്കി. ദമാമിലാന്ന് പറഞ്ഞതാ. ഓ, ഒരു കാര്യം ഞാൻ, പിന്നെ നമ്മൾ ഇവിടെ റിഹേഴ്സൽ ചെയ്യുമ്പം വളരെ സൈലന്റ് ആയിരിക്കണം. ചെണ്ട കൊട്ടുന്നത് സൈലന്റ് ആയിട്ട്. പിന്നെ ഈ നാട്ടിലൊക്കെ ആളുകൾ ജീവിക്കല്ലേ, ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടുണ്ടോ? അതുണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ചെണ്ട പാതിരാത്രി 2:30-ക്കും 3 മണിക്കും എല്ലാരും ഉറങ്ങുമ്പോ വേണം എഴുതിരുന്ന് കൊട്ടാൻ. മനസ്സിലായോ? മനസ്സിലായി. നമുക്ക് എങ്ങോട്ട് റിഹേഴ്സൽ അങ്ങോട്ട് തുടങ്ങാം. മറ്റേ ചിങ്കാരി മേളം എങ്ങനെയാന്ന്, അതെങ്ങനെയാണോ ഒന്ന് പഠിപ്പിച്ചു തരൂ? ഞാനൊരു കാര്യം പറയാം, അത് പഠിപ്പിക്കുന്നതിന് ഒരു രീതിയുണ്ട്. നീ ഇപ്പോ ശശിയണ്ണന്റെ കയ്യിൽ നിന്ന് 1000 രൂപ കടം വാങ്ങിച്ചു, ലീല ചേച്ചിയുടെ കയ്യിൽ നിന്ന് 500 രൂപ കടം വാങ്ങിച്ചു. അപ്പൊ നീ പരിപാടി സ്ഥലത്ത് നിൽക്കുമ്പോ ശശിയണ്ണ ഒരിടത്ത്, ലീല ചേച്ചി ഒരിടത്ത്. നീ എന്ത് ചെയ്യും? അവരുടെ മുഖത്ത് നോക്കി നീ എങ്ങനെ കളിക്കും? എങ്ങനെ കളിക്കും ഞാൻ? കളിക്കും. ഇത്രയേ ഉള്ളൂ. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സംഭവം നടന്ന ചേച്ചിക്ക് അറിയാലേ? എന്ത്? ഇവിടെ ചന്തയപ്പെട്ട് മാങ്ങയും മേടിച്ചോണ്ട് വന്ന് ഒരു ഓട്ടോയ്ക്കകത്ത് വെച്ചങ്ങ് മറന്ന. എന്നിട്ട് ഇവള് വന്നിട്ട് ഫേസ്ബുക്ക് അങ്ങോട്ട് എടുത്തിട്ട് ഒറ്റ ലൈവ്. എന്റെ 2 കിലോ മാങ്ങ നഷ്ടപ്പെട്ടു, കണ്ടു കിട്ടുന്നവര് കൊണ്ടുതരണേന്ന്. എന്നിട്ട് പറഞ്ഞു തീരുന്നില്ല, എവിടുന്നൊക്കെയാന്ന് അറിഞ്ഞോ കൊറേ അമ്മമാര് മാങ്ങയായിട്ട് വന്നങ്ങ് കയറി. ഈ വീട്ടിനകത്ത് നിറച്ചും മാങ്ങയും പോവാലോ, ചേച്ചിക്ക് അറിയാവോ? എടാ, അതൊക്കെ ഈ ഫേസ്ബുക്ക് ഫ്രണ്ട് ഉള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാ. ചേച്ചി, എനിക്ക് കൊണ്ട് വെച്ച് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് 2000 പേരാണ്. എന്റെ അനിയന് ആക്സിഡന്റ് പറ്റിയപ്പോ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു, എന്നിട്ട് പറഞ്ഞ് ഇച്ചിരി ചോര വേണോന്ന്. ഇത് കണ്ടിട്ട് വേറൊരുത്ത മറുപടി വിടുവാ, ചോര ചോദിക്കാൻ നിന്റെ അനിയൻ എന്തോ ട്രാക്കുളയാന്ന് തോന്നുന്നു.